അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 5, 2024 ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ബെൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് രാവിലെ ഒരു 11:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഒരു കോൾ വരികയാണ്. ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആകപ്പാടെ പാനിക് ആവുകയാണ്. അതിനുശേഷം ബദൈനി എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ട് ഉടനെ തന്നെ അവർ പുറപ്പെടുകയായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ എത്തി നോക്കുമ്പോൾ ആ ഒരു ബംഗ്ലാവിൻ്റെ മുന്നിൽ ഓൾറെഡി ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു ആരാണ് ഞങ്ങളെ വിളിച്ചതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 40 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ കൈബൊക്കാണ്. സാറേ, ഞാനാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയാണ്. അങ്ങനെ ആളെ പോലീസുകാരെ വിളിപ്പിച്ചു. എന്നിട്ട് ആളോടൊപ്പം തന്നെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി പോവുകയും ചെയ്തു. പോലീസുകാരെ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ മൂക്ക് പൊത്തിയിട്ടായിരുന്നു അകത്തോട്ട് കയറിയത്. അതും ഒരു രക്തത്തിൻ്റെ മണമായിരുന്നു പോലീസുകാരുടെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നത്. അവരങ്ങനെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി നടന്നു. തൊട്ടടുത്തുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തുടങ്ങി പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോവുകയായിരുന്നു. അതായത് അവർ ആദ്യത്തെ ഒരു മുറിയിലോട്ട് പോയപ്പോൾ ഏകദേശം ഒരു മധ്യവയസ്സൊക്കെ തോന്നുന്ന ഒരു സ്ത്രീ മരിച്ചിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ മുറിയിലോട്ട് പോയപ്പോൾ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു മുറിയിലോട്ട് പോയപ്പോൾ 2 പയ്യന്മാരും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. യെസ്, ടോട്ടൽ 4 കൊലപാതകങ്ങളായിരുന്നു ആ ഒരു വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും നെറ്റത്തും അതുപോലെ തന്നെ നെഞ്ചിലുമായിരുന്നു രക്തത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നത്. ആ ഒരു വീട് മുഴുവൻ രക്തകളമായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു ഈ ഒരു പോലീസുകാർ ആ ഒരു ബംഗ്ലാവിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവരാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു രാജേന്ദ്ര എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് ലിക്കറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു അവർ കേട്ടോ. ആളുടെ വൈഫായിട്ടുള്ള നീതു എന്ന് പറയുന്ന 45-കാരിയായിരുന്നു പോലീസുകാർ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ മരിച്ചു കിടന്നിരുന്നത് ഇവരുടെ 16 വയസ്സുള്ള മകളായിട്ടുള്ള ഗൗരംഗി ആയിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ മുറിയിൽ ഇവരുടെ മകനായിട്ടുള്ള നവനേന്ദ്ര എന്ന് പറയുന്ന 25-കാരനും അതേപോലെ തന്നെ സുവനേന്ദ്ര എന്ന് പറയുന്ന 15-കാരനുമായിരുന്നു മരിച്ചു കിടക്കുന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ കയറിയിട്ട് എല്ലാവരെയും ഇതേപോലെ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി രാജേന്ദ്രയെയും കൊലപ്പെടുത്തിയിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ആ ഒരു വീട് മുഴുവൻ ഈ ഒരു 55 വയസ്സുള്ള രാജേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് അരിച്ചു പറക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും രാജേന്ദ്രയെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോഴാണ് ഈ ഒരു വില്ലേജേഴ്സിലുള്ള കുറച്ച് ആളുകൾ പറയുന്നത് രാജേന്ദ്രയുടെ വണ്ടി അവിടെ ഇല്ല എന്നുള്ളത്. യെസ്, ആളുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ആളും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാജേന്ദ്ര തന്നെയാണോ തൻ്റെ ഫാമിലിയെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടുള്ളത് എന്നുള്ള തരത്തിലായിരുന്നു. അതുപോലെ തന്നെ ആളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുടെ മൊബൈലിലോട്ട് വില്ലേജേഴ്സ് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആളുടെ ഫോൺ റിങ് ചെയ്യുന്നുള്ളതല്ലാതെ ആൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ആളുടെ മേലുള്ള സംശയം കൂടുതലായിട്ട് പോലീസുകാർക്ക് മൂർച്ഛിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു രാജേന്ദ്രയുടെ ഫാമിലിക്ക് സംഭവിച്ചത്? എന്തിനാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആരായാലും അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്? അതും ആ ചെറിയ കുട്ടികളെ പോലെയും വെറുതെ വിടാതെ എന്തിനായിരുന്നു ആൾ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്? 2024 മുഴുവൻ നോർത്ത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച സിനിമയെ വെല്ലുന്ന ഇത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അപ്പോഴത്തേനും പോലീസുകാർ വിവരം അറിയിച്ചതിനനുസരിച്ചിട്ട് ഫോറൻസിക് ടീമും സ്ഥലത്തെത്തുകയാണ്. അവർ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. ഇതിൻ്റെ പാരലായിട്ട് പോലീസുകാർ ഈ ഒരു രാജേന്ദ്രയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഫോൺ സിഗ്നലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആളുടെ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ. റോഹാനിയിലെ സദർപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു ആളുടെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുകയാണ്. അവിടെ എത്തി വില്ലേജേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു രാജേന്ദ്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ അടുത്ത് വലിയൊരു ബിൽഡിങ് ഇയാൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ആൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ നോക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് വില്ലേജേഴ്സ് പറയുകയാണ്. നേരെ പോലീസുകാർ അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ ആ ഒരു വില്ലേജിൻ്റെ അവിടെ നിന്ന് കുറഞ്ഞ് മാറിയിട്ട് ഇത്തിരി ഒതുക്കിയിട്ട് ആളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ആൾ അവിടെ തന്നെ ഉണ്ടാകാമെന്നുള്ള ആ ഒരു അസംഷനിലാണ് പോലീസുകാർ നേരെ തന്നെ ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറിയത്. അവരാദ്യം തന്നെ ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് അരിച്ചു പറക്കിയിട്ടും ഈ ഒരു രാജേന്ദ്രയെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിന് ശേഷമാണ് അവർ ബേസ്മെൻറ്റിലോട്ട് ഇറങ്ങി വരുന്നത്.
അവിടെ എത്തി നോക്കിയപ്പോൾ ചേതനയേറ്റ് കിടക്കുന്ന ഈ ഒരു രാജേന്ദ്രയുടെ ദേഹമാണ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ആളുടെയും നെഞ്ചത്തും അതുപോലെ തന്നെ തലയിലും ആയിരുന്നു ഇതേപോലെ പാടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ആദ്യം തന്നെ കരുതിയത് ഇനിയിപ്പോൾ ഇയാൾ സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്തതാണെന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയം ദീപാവലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വാച്ച്മാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആളെ പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, ആളുടെ വണ്ടി അങ്ങോട്ട് മാറി ഒതുക്കി പാർക്ക് ചെയ്തിരുന്നത് കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാറിങ്ങോട്ട് വന്നതോ പോയതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ രാവിലെയും അതേപോലെ തന്നെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്ത ഹോട്ടലിലോട്ട് പോകും. അങ്ങനെ ഞാൻ പോയ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം സാറ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ആ ഒരു വാച്ച്മാൻ്റെ റിപ്ലൈ. പിന്നെ പോലീസുകാർ നോക്കിയപ്പോൾ ഈ രാജേന്ദ്രയുടെയും നെഞ്ചത്തും അതേപോലെ തന്നെ തലയിലും പാടുണ്ട്. അതും വെടിവെച്ച പാടുകളായിരുന്നു കേട്ടോ ഇവരുടെ എല്ലാവരുടെയും ദേഹത്തുണ്ടായിരുന്നത്. എല്ലാവരെയും 2 തവണ വെടിവെച്ചായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതും സെയിം ഗൺ തന്നെ വെച്ചിട്ടായിരുന്നു എല്ലാവരെയും വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പം ഇനി രാജേന്ദ്രയാണ് തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൊന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ മേത്ത് ഒരു ബുള്ളറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അത് മിക്കവാറും തലയിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു മേർഡർ വെപ്പൺ ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടാകണം. എന്നാൽ ആ ഒരു മേർഡർ വെപ്പൺ അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആളുടെ നെഞ്ചത്തും തലയിലും പാടും ഉണ്ടായിരുന്നു. ബാക്കി ആളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സെയിം മാനറിൽ തന്നെയായിരുന്നു ആളെയും കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അടുത്തതായിട്ട് രാജേന്ദ്രയുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ള ആംഗിളിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ തുടരുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആൾക്ക് അത്യാവശ്യം ശത്രുക്കളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിലൊക്കത്തിലും വെച്ചിങ്ങായിട്ട് ഇത്തരത്തിൽ ആൾക്കെതിരെയും ആളുടെ ഫാമിലിക്കെതിരെയും വൻ രീതിയിലുള്ള പക വരാനുള്ള സാധ്യതയുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ സ്വന്തം കുടുംബത്തിലുള്ള 2-3 പേരായിരുന്നു. വിശാൽ ഗുപ്ത എന്ന 31-കാരനും പ്രശാന്ത് ഗുപ്ത എന്ന് പറയുന്ന 29-കാരനും ആയിരുന്നു അവർ 2 പേർ. ഇവർ ഈ ഒരു രാജേന്ദ്ര ഗുപ്തയുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ഈ ഒരു രാജേന്ദ്രയുടെ അമ്മയും അതേ വില്ലേജിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ 2 പേരും അതേ വില്ലേജിൽ തന്നെ വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു രാജേന്ദ്രയുടെ അമ്മയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അവരും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ ബാക്കി നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇവർ 2 പേരും അതേപോലെ തന്നെ രാജേന്ദ്രയുടെ ഫാമിലിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, അതും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവരുടെ വീടിൻ്റെ അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ, അതായത് ഈ ഒരു ക്രൈം നടക്കുന്ന അന്ന് രാവിലെ ഒരു 10:45 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഒരു പയ്യൻ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി പോകുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു പയ്യൻ തിരിച്ചിറങ്ങി പോകുന്നുമുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, വിശാൽ തന്നെ ആയിരുന്നു. അങ്ങനെ വിശാലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസുകാർ ഊർജിതമാക്കുകയാണ്. അവർ ആ ഒരു ഏരിയയിൽ എങ്ങനെയൊക്കെ തെരഞ്ഞിട്ടും ആ ഒരു പയ്യനെ കണ്ടെത്താനായിട്ട് ആ സമയത്ത് അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ പലതരത്തിലും വലവിരിച്ച് അന്വേഷിച്ചിട്ടും ഈ ഒരു വിശാലിനെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ ആളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം നൽകുന്നവർക്ക് 3 ലക്ഷം രൂപ വരെ ഒരു പ്രൈസ് മണിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വിശാലുമായിട്ട് കണക്ഷനുള്ള എല്ലാവരെയും പോലീസുകാർ ടെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 2025 ഫെബ്രുവരി 6 അത് സംഭവിക്കുന്നത്. വാരണാസിയിലെ ശ്രീ ഗോവർദ്ധൻ ടൗണിൽ അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു പയ്യൻ തിരക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, വിശാലിൻ്റെ ബ്രദറായിട്ടുള്ള പ്രശാന്ത് ആയിരുന്നു. എന്നാൽ പ്രശാന്ത് അറിയാതെ മൂപ്പര മഫ്തിയിൽ കുറച്ച് പോലീസുകാർ ടെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വേറൊരാൾ കൂടെ വരികയാണ്. ഈ പയ്യൻ്റെ തോളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് എടുത്തിങ്ങായിട്ട് മറ്റേ വന്ന ആൾക്ക് കൊടുക്കുകയാണ്. വന്നത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു വിശാൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു കൈമാറ്റത്തിൻ്റെ ഇടയിൽ ഒരു 2 പേരും അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചുറ്റൂരെ പോലീസുകാർ വളയുകയായിരുന്നു. ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പോലീസുകാർ തലകുത്തി അന്വേഷിച്ചിരുന്ന വിശാലിനെ അവസാനം അവർക്ക് പിടികൂടാനായിട്ട് സാധിക്കുകയായിരുന്നു. അങ്ങനെ അവർ 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. പോലീസുകാർ നേരെ തന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി ഇങ്ങേറ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ്. വിശാലാണെന്നുണ്ടെങ്കിൽ താൻ തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തതെന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തു. പോലീസുകാർ ഒരു വിശാലിനെ പിടികൂടുന്ന സമയത്ത് ആളിതൊക്കെ സമ്മതിച്ചെന്നുണ്ടെങ്കിലും ആളുടെ മുഖത്ത് യാതൊരു കുറ്റബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് അവർ ഡിസർവ് ചെയ്യുന്ന കാര്യം തന്നെയാണ് താൻ ചെയ്തത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഈ ഒരു പയ്യനുണ്ടായിരുന്നത്. അങ്ങനെ വിശാൽ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് പറയാനായിട്ട് തുടങ്ങുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1997
ലക്ഷ്മി നാരായണ ഗുപ്ത എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരൻ വാരണാസിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്ക് 50 വയസ്സായിരുന്നു പ്രായം. ആൾക്ക് മെയിനായിട്ട് ഈ ഒരു മദ്യത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ എന്താ പറയുക കൺസ്ട്രക്ഷൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്ക് 2 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കൃഷ്ണഗുപ്ത, 2 ഈ പറഞ്ഞ രാജേന്ദ്രഗുപ്ത. ഈ കൃഷ്ണഗുപ്തയുടെയും അതേപോലെ തന്നെ രാജേന്ദ്രഗുപ്തയുടെയും വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാജേന്ദ്രഗുപ്ത കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ആളുടെ അനിയനായിട്ടുള്ള കൃഷ്ണഗുപ്തക്ക് 3 കുട്ടികൾ ഉണ്ടാവുകയാണ്. അതിൽ മൂത്ത പയ്യനാണ് ഈ ഒരു വിശാല്, അതേപോലെ തന്നെ രണ്ടാമത്തെ പയ്യനാണ് പ്രശാന്ത്. ഇവർ രണ്ടുപേരെയും കൂടാതെ വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടാവുകയാണ്. ഡോളി എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ആൾക്ക് കുറച്ച് പ്രായമായ സമയത്ത് ആളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആളുടെ 2 ആൺമക്കളെയും ഏൽപ്പിക്കുകയാണ്. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ രാജേന്ദ്രയെ ഏൽപ്പിച്ചു, അതേപോലെ തന്നെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ കൃഷ്ണയെ ഏൽപ്പിച്ചു. ഈ ഒരു കൃഷ്ണയുടെ സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് പെരുമാറുന്നതിനും അതേപോലെ തന്നെ എന്താ പറയുക ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ഒരു തലയുള്ള ഒരാളായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ആളെ ഏൽപ്പിച്ച ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു രാജേന്ദ്ര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. വെറുതെ ആവശ്യമില്ലാണ്ട് ആൾക്കാരെ ചീത്ത പറയുക, അതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതായത് അവരുമായിട്ട് സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്ന പല ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല ആളുകളുമായിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതിൻ്റെ പുറത്ത് ഈ ഒരു രാജേന്ദ്രയെ കുറിച്ച് ഇങ്ങായിട്ട് അവരുടെ അച്ഛൻ്റെ അടുത്ത് പോയി ഇങ്ങായിട്ട് എന്താ പറയുക ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു ലക്ഷ്മി നാരായണ ഗുപ്ത വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. ഈ രാജേന്ദ്രക്ക് ആളുടെ വൈഫിനെ കൂടാതെ വേറൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അച്ഛൻ മനസ്സിലാക്കുകയാണ്. അത്രത്തോളമൊക്കെ ആയപ്പോൾ ആൾക്ക് വീണ്ടും വലിയ രീതിയിൽ ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജേന്ദ്രയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ പ്രഗ്നൻ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു അത്യാഹിതം സംഭവിക്കുകയായിരുന്നു. ഈ ഒരു രാജേന്ദ്രയുടെ ഭാര്യ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നിലത്ത് വീണ് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ രാജേന്ദ്ര തന്നെയാണ് അവരെ തള്ളിയിട്ട് കൊന്നത് എന്നുള്ളത് ഒരുപാട് പേർക്ക് എന്താ പറയുക സംശയം തോന്നിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ രാജേന്ദ്രയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത് തീർച്ചയായിരുന്നു. ആൾക്ക് വേറൊരു കാമുകിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആയപ്പോൾ ഭാര്യ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ തള്ളിയിട്ട് കൊന്നതായിരിക്കും എന്നുള്ളൊരു തോട്ട് അച്ഛനുണ്ടാവുകയാണ്. അതേപോലെ തന്നെ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, അലമ്പാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ അച്ഛൻ മകനെ വിളിപ്പിച്ചിങ്ങായിട്ട് ഭയങ്കരമായിട്ട് ശകാരിക്കുകയാണ്. അതേപോലെ ആളെ ഏൽപ്പിച്ച ബിസിനസ്സിൻ്റെ ചുമതലയും കൂടെ കൃഷ്ണക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മര്യാദക്ക് നീ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണയുടെ അണ്ടറിൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. നീ കൂടുതലായിട്ട് പരിപാടികൾ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്നുള്ളൊരു രീതിയിൽ ആൾക്ക് ഒരു താക്കീത് നൽകി വിടുകയായിരുന്നു. എന്നാൽ ഈ ഒരു രാജേന്ദ്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വേറൊരു തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു. എനിക്കൊരു അനിയൻ ഉണ്ട് എന്നുണ്ടെങ്കിലല്ലേ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അനിയന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ എൻ്റെ തലയിലോട്ട് തന്നെ വരുമല്ലോ. അപ്പോൾ അനിയൻ ഇല്ലാതാക്കാമെന്നുള്ളൊരു പ്ലാൻ ആൾ ഇടുകയായിരുന്നു. എന്നിട്ട് ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗണ്ണ് സംഘടിപ്പിച്ച് നേരെ കൃഷ്ണയുടെ വീട്ടിലോട്ട് പോയി ആളെയും ആളുടെ ഭാര്യയെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു സ്പോട്ടിൽ തൻ്റെ സ്വന്തം അനിയൻ്റെ 3 മക്കൾ അനാഥരായി പോവുമായിരുന്നു. അതേപോലെ തന്നെ ഒന്നാലോചിച്ച് നോക്കിയാൽ സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം അനിയനെയും അതേപോലെ തന്നെ അനിയൻ്റെ ഭാര്യയും ആൾ കൊലപ്പെടുത്തി. അപ്പോൾ ഈ ഒരു കൊലപാതകം നടത്തിയത് രാജേന്ദ്ര തന്നെയാണെന്നുള്ളതിന് ആളുടെ അച്ഛന് വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആളങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാലും കുറച്ച് നാളുകൾക്ക് ശേഷം ആൾക്ക് ബെയിൽ കിട്ടുകയാണ്. 1997 നവംബർ 5 കേട്ടോ ഈ ഒരു കൊലപാതകം നടന്നത്. ബെയിൽ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ 1999. ബെയിലിൽ പുറത്തു വന്ന ആൾ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ അച്ഛനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. യെസ്, ആള് കുറച്ച് കൊട്ടേഷൻകാരെയൊക്കെ ഏൽപ്പിച്ചു അച്ഛനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അവർക്ക് പൈസ കൊടുത്തിങ്ങായിട്ട് ഈ ലക്ഷ്മി നാരായണ ഗുപ്തയെ ഇല്ലാതാക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ആള് പണവും ഇൻഫ്ലുവൻസും യൂസ് ചെയ്തിട്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുമായിരുന്നു. അതിനുശേഷം ആളുടെ കാമുകിയായിട്ടുള്ള നീതുവിനെ വിവാഹം കഴിച്ചു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ആ ഒരു സ്ത്രീ ആൾ വിവാഹം കഴിച്ചു. ആ ഒരു വിവാഹ ബന്ധത്തിൽ ആൾക്ക് 3 കുട്ടികളും ഉണ്ടായി. അപ്പോൾ ആളുടെ ബ്രദറിൻ്റെ മക്കളുണ്ടല്ലോ, ഈ ഒരു വിശാല്, പ്രശാന്ത്, അതേപോലെ തന്നെ ഡോളി, ഇവരെയും ഇയാളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെ വേലക്കാരെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതായത് വീട്ടിലത്തെ പാത്രങ്ങൾ കഴുകുക, അടിച്ചു വാരുക, അത് ചെയ്യുക, ഇത് ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ചെറിയ പിള്ളേരെ കൊണ്ട് അന്ന് തുടങ്ങിയ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ അപ്പൂപ്പനെയും അതേപോലെ തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ കൊന്നത് ഇയാളാണെന്ന് അറിയായിരുന്നു. എന്നാലും ഇയാളോടുള്ള ഒരു ഭയം കൊണ്ടും പോകാനായിട്ട് വേറൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ കുട്ടികൾ ആ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ പഠിക്കാതെ തങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് അവർ പറ്റുന്നത് പോലെയൊക്കെ നല്ല രീതിയിൽ പഠിക്കാനും മറ്റും തുടങ്ങുകയായിരുന്നു. നന്നായി പഠിച്ചു വിശാലും അതേപോലെ തന്നെ പ്രശാന്തും IT കമ്പനികളിൽ ജോലിക്ക് കയറുകയായിരുന്നു. അതിനുശേഷം അവർ സമ്പാദിച്ച് കഷ്ടപ്പെട്ടിട്ട് അവരുടെ സിസ്റ്ററായിട്ടുള്ള ഡോളിയെ നല്ലൊരു രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാനും അവരെ കൊണ്ട് സാധിച്ചു. ആ ഒരു സമയത്ത് വരെ ഈ ഒരു രാജേന്ദ്ര ഗുപ്ത 10 പൈസയുടെ സഹായം ഇവർക്ക് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവർക്ക് അമ്മൂമ്മയുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു സ്പേസിൽ ഇവർ അതേ ഗ്രാമത്തിൽ തന്നെ ജീവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാണെങ്കിലും ഈ 2 ബ്രദേഴ്സ് തങ്ങളുടെ അച്ഛൻ്റെ ഷെയർ ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു വിശാലും പ്രശാന്തും നേരെ രാജേന്ദ്രഗുപ്തയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങളുടെ ഷെയർ കിട്ടണം എന്നുള്ളത് ആളുടെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞു, ഷെയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ വന്ന് ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കണ്ട, അങ്ങനെ ഇനിയിപ്പോൾ നീ അതിൻ്റെ പിന്നാലെ നടക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന് മുന്നേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനേ ഞാൻ മടിക്കൂല. അപ്പോൾ ഇനി പൈസയുടെ കാര്യം ചോദിച്ച് ഇങ്ങോട്ട് വന്ന് പോകരുതെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ആട്ടി വിടുകയായിരുന്നു. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ ഒരു വിശാലിൻ്റെ കൺട്രോൾ പോവാണ്. അതായത് ഈ പറയുന്ന രാജേന്ദ്രഗുപ്ത തൻ്റെ അപ്പൂപ്പനെ കൊന്നു, അച്ഛനെയും കൊന്നു, അമ്മയെയും കൊന്നു, തന്നെയും തൻ്റെ സഹോദരങ്ങളെയും അനാഥരാക്കി. അതിനുശേഷം ഇയാളും ഇയാളുടെ ഫാമിലി മെമ്പേഴ്സും തങ്ങളെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് വേലക്കാരെ പോലെയായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എങ്ങനെയൊക്കെയോ പഠിച്ച് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഒരു സ്പേസിലെത്തി. അതിനുശേഷം തങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ ചോദിച്ച് ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് 10 പൈസ തരില്ല എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടപ്പോൾ ആളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പ്രതികാരദാഹിയായിട്ടുള്ള ആ ഒരു വിശാല് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അപ്പം എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആൾക്കും ആളുടെ ഫാമിലിയുടെ എതിരെയും തനിക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ടിലോട്ട് ആ പയ്യൻ എത്തുകയാണ്. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതായി അതിനുശേഷം മുഴുവൻ ആ പയ്യൻ്റെ ചിന്ത. അങ്ങനെ ഒക്ടോബർ 20 തൻ്റെ കമ്പനിയിൽ 2 ആഴ്ചക്കാലത്തെ ലീവ് വേണമെന്ന് ഈ ഒരു വിശാൽ ആവശ്യപ്പെടുകയാണ്. കമ്പനി അത് ഗ്രാൻറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ആ പയ്യൻ നേരെ പോയത് ബീഹാറിലോട്ടായിരുന്നു. അവിടുത്തെ ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഗണ്ണൊക്കെ സംഘടിപ്പിച്ചു. അതിനുശേഷം നേരെ നാട്ടിലോട്ട് വന്ന് കയറ്റിയ ഒരു രാജേന്ദ്രയുടെയും അതേപോലെ തന്നെ ആളുടെ ഫാമിലിയുടെയും എങ്ങനെയൊക്കെയാണ് അവരുടെ എന്താ പറയുക റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളത് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ദീപാവലിയും കാര്യങ്ങളുടെ ഒക്കെ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അധിക സമയത്തും പണിക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നാട്ടിലോട്ട് പോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ മനസ്സിലാക്കിയിട്ടായിരുന്നു നേരെ തന്നെ ആള് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടായത്. അപ്പം അന്നത്തെ ദിവസവും ആസ് യൂഷ്വൽ രാജേന്ദ്ര അങ്ങോട്ടെത്തി ആളുടെ ബിൽഡിങ്ങിൽ ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പോയി നോക്കി. അവസാനം ആള് ഈ ഒരു ബേസ്മെൻറ്റിലോട്ട് വന്നപ്പോൾ ആളെയും കാത്ത് വിശാൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആളെ കണ്ട ഉടനെ തന്നെ ഈ വിശാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ആളുടെ നെഞ്ചിലും തലയിലും ഓരോ തവണ വെടിവെക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇയാൾ മരിച്ചു. ഇനിയിപ്പോൾ ഇയാളുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ തനിക്കൊരു സമാധാനമാവുള്ളൂ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നേരെ തന്നെ ആ ഒരു വീട്ടിലോട്ട് ഈ ഒരു വിശാലെത്തുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. ആൾ നേരെ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോയപ്പോൾ അവിടെ ഈ ഒരു രാജേന്ദ്രഗുപ്തയുടെ ഭാര്യയായിട്ടുള്ള നീതു ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെയും ഇതേപോലെ തന്നെ നെഞ്ചിലും തലയിലും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം തൻ്റെ കസിൻ സിസ്റ്ററിനെ പോയി ഇങ്ങനെ ഇതേപോലെ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതേപോലെ തന്നെ തൻ്റെ 2 കസിൻ ബ്രദേഴ്സിനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പയ്യൻ എസ്കേപ്പ് ആവുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളൊക്കെ ഒളിവിൽ കഴിഞ്ഞു. അതിനുശേഷം അവിടം വിട്ട് പോകാനുള്ള ഒരു പ്ലാനിലോട്ട് വിശാൽ എത്തുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആൾക്ക് കുറച്ച് പൈസയുടെയും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആളുടെ ബ്രദറായിട്ടുള്ള പ്രശാന്ത് ഇതേപോലെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തിയത്. ആ ഒരു സമയത്തായിരുന്നു ഇവർ 2 പേരെയും കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ ഈ ഒരു വിശാലിനെയും അതേപോലെ തന്നെ ഇയാളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്തതിനെയും ഹെൽപ്പ് ചെയ്തതിൻ്റെയും പേരിൽ ആളുടെ ബ്രദറായിട്ടുള്ള പ്രശാന്തിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു ചെയ്തത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ 2 പേരും ജയിലിലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ ഒരു വിശാൽ എന്ന് പറയുന്ന പയ്യൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു ലൈഫിലൂടെ ആയിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ പയ്യൻ അറിയായിരുന്നു തൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ഈ പറഞ്ഞ പോലെ തന്നെ തൻ്റെ അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും എല്ലാവരെയും കൊന്നതെന്നുള്ളത്. എന്നിട്ടും ആൾ സ്വത്തുക്കൾ മുഴുവൻ അടക്കി പിടിച്ചിങ്ങായിട്ട് ജീവിക്കുകയാണ്. അതേപോലെ തന്നെ തനിക്കും തൻ്റെ സഹോദരങ്ങൾക്കും പുല്ല് വിലയായിരുന്നു തന്നുകൊണ്ടിരുന്നിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആൾ എൻജോയ് ചെയ്തിങ്ങായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെയും ആളുടെ ആ ഒരു എന്താ പറയുക ഇത് തെറ്റിയൊരു സമയത്തായിരുന്നു ആൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മളൊരു സിനിമയിലൊക്കെ നോക്കുന്ന സമയത്ത് ഓക്കെ ഒരു നായകനെ എങ്ങനെയാക്കി അതിനുശേഷം നായകൻ പോയി ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക നിയമപരമായിട്ടും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ ചെയ്തത് പൂർണ്ണമായിട്ടും ക്രൈം തന്നെയാണ്. ഈ ഒരു വീഡിയോയുടേതായ ചില ആളുകൾ വരെ ഈ പറഞ്ഞ പോലെ തന്നെ ആ പയ്യൻ ചെയ്തതിലുള്ള ശരികളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ആളൊരു കൊലപാതകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്. ഒന്നും രണ്ടൊന്നുമില്ല, ഏകദേശം 5 കൊലപാതകമാണ് ആൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.